ഈ ഊർജ്ജം ചില സന്ദർഭങ്ങളിൽ സ്വതന്ത്രമാക്കപ്പെടുമ്പോൾ ഭൂചലനം അനുഭവപ്പെടുന്നു. ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെയെന്നതിനെക്കുറിച്ച് ഇക്കാലമത്രയും നമുക്കുണ്ടായിരുന്ന ധാരണയായിരുന്നു ഇത്. പക്ഷേ വർഷം തോറും ലക്ഷക്കണക്കിന് മനുഷ്യജീവൻ കവരുന്ന ഭൂകമ്പമെന്ന മഹാസമസ്യയ്ക്ക് വ്യക്തമായ ഉത്തരം കണ്ടെത്താൻ ഇക്കാലമത്രയും ശാസ്ത്രലോകത്തിന് സാധിച്ചിട്ടില്ല. ഭൂകമ്പം പ്രവചിക്കാനും മുൻകൂട്ടി സൂചനാ മുന്നറിയിപ്പ് നൽകാനുമുള്ള സംവിധാനം രൂപപ്പെടുത്താൻ ശാസ്ത്രലോകം ശ്രമം തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഇതിനകം തന്നെ കോടികൾ ചെലവിട്ട് കഴിഞ്ഞ ഗവേഷണങ്ങൾ ഇന്ത്യയിലും നടക്കുകയാണ്. ഈ പശ്ചാത്തലത്തിലാണ് പ്രകൃതിയിലേക്ക് കണ്ണും കാതും തുറന്നുവെച്ച് ബേപ്പൂരുകാരൻ ശിവനുണ്ണി എന്ന മരപ്പണിക്കാരൻ അസാധാരണമായ കൃത്യതയോടെ ഭൂകമ്പങ്ങൾ പ്രവചിക്കുന്നത്. ആദ്യമൊക്കെ ഇത് ജ്യോതിഷമാണെന്ന് പുച്ഛിച്ചു തള്ളിയ ശാസ്ത്രലോകവും പതുക്കെ ശ്രദ്ധിച്ചു തുടങ്ങി. ഈ വർഷം ശിവനുണ്ണി നടത്തിയ 3 പ്രവചനങ്ങളും കിറുകൃത്യം. വെറുതെ പ്രവചിച്ച് സമയം കളയുന്നതിന് പകരം ഗൗരവത്തോടെ ഭൂചലനത്തിന്റെ കാരണം കണ്ടെത്താനും തെളിയിക്കാനുമുള്ള ഒരുക്കങ്ങളിലാണിപ്പോൾ ശിവനുണ്ണി. മുമ്പുണ്ടായ ഭൂകമ്പങ്ങളുടെ വിശദാംശങ്ങൾ കാലാനുക്രമത്തിൽ ക്രോഡീകരിക്കുകയും വിശകലനം ചെയ്യുകയുമാണ് ആദ്യപടി. സഹായത്തിന് തിരുവനന്തപുരത്ത് നിന്നുള്ള സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഹരികൃഷ്ണനുമുണ്ട്. 55,000-60,000 earthquakes ഇയർലി ഉണ്ടാവാറുണ്ട് വേൾഡ് വൈഡ്. അപ്പോൾ അത്രയും പാസ്റ്റ് ഫ്യൂ ഇയേഴ്സിലെ ഡേറ്റ കളക്ട് ചെയ്യുക, ആ ഡേറ്റ അനലൈസ് ചെയ്ത്, ഇപ്പോൾ ഓൾറെഡി നമുക്ക് അറിയാവുന്ന ഒരു 7-8 ടൈപ്പ് പാറ്റേൺസ് ഉണ്ട്. ആ ഡേറ്റ അനലൈസ് ചെയ്ത പാറ്റേൺസ് ഒന്നുകൂടെ കറക്റ്റ് ചെയ്യുക, പിന്നെ പ്ലസ് പുതിയ കുറേ പാറ്റേൺസ് കിട്ടാം. അതെല്ലാം കറക്റ്റ് മാഗ്നിറ്റ്യൂഡ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഒരു മഴക്കാലത്ത് വീട്ടിന് മുന്നിലെ വെള്ളക്കെട്ടിൽ നിന്ന് കുമിളകൾ ഉയരുന്നതിലെ അസാധാരണത്വം ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് ശിവനുണ്ണിയിലെ നിരീക്ഷകൻ ഉണർന്നത്. കോസ്മിക് കിരണങ്ങൾ ചുറ്റുപാടുകളിലുണ്ടാക്കുന്ന സ്വാധീനങ്ങളെക്കുറിച്ചുള്ള പഠനമായി പിന്നീട് കോസ്മിക് കിരണങ്ങളുടെ ഉത്ഭവ കേന്ദ്രത്തെക്കുറിച്ചും അവ ഭൂമിയിൽ പതിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ചും കൃത്യമായ ചില നിഗമനങ്ങൾ രൂപപ്പെടുത്താൻ ശിവനുണ്ണിക്ക് സാധിച്ചു. 1998-ൽ അരിസോണ സർവകലാശാലയിലെ ചില ഗവേഷകർ രാസത്വരകങ്ങളെക്കുറിച്ച് നടത്തിയ പഠനത്തിനിടയിൽ കോസ്മിക് രശ്മികൾ ഭൂകമ്പ പ്രവചനത്തിന് പ്രയോജനപ്പെടുത്താമെന്ന് കണ്ടെത്തിയതിലും പലപടി മുന്നേറിയിരിക്കുന്നു ശിവനുണ്ണിയുടെ പഠനം. ഭൂകമ്പത്തിന്റെ കാരണം കോസ്മിക് റേ ആണ്. ഈ കോസ്മിക് റേന്റെ സോഴ്സ് എവിടെന്നാന്നുള്ളത് ഇന്ന് ശാസ്ത്രം മുഴുവൻ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. ആ കോസ്മിക് റേ എവിടെ നിന്ന് വരുന്നു, അതിൻ്റെ ഉത്ഭവം എവിടെ നിന്നാണെന്നുള്ളത് കറക്റ്റായിട്ട് ഈ 3 വർഷത്തെ റിസർച്ച് കൂടെ അതിൻ്റെ അവസാനത്തോടു കൂടി വ്യക്തമായിട്ട് പറയാൻ കഴിയും. ഞാൻ ഇപ്പോൾ പഠിച്ചു വെച്ചതെല്ലാം ശാസ്ത്രത്തിന് വിലപ്പെട്ട അറിവായിട്ട് ഭാവിയിൽ വരാനുള്ളതാണ്. തന്റെ നിരീക്ഷണങ്ങൾക്ക് ശാസ്ത്രീയമായ അടിത്തറ നൽകാൻ 5 വർഷം കൊണ്ട് 3 ഘട്ടങ്ങളിലായി പൂർത്തിയാക്കുന്ന ഗവേഷണ പദ്ധതിയാണ് ശിവനുണ്ണി ഏറ്റെടുത്തിരിക്കുന്നത്. പക്ഷേ ഈ പഠനങ്ങൾക്കിടെ കുടുംബം പട്ടിണിയാകുന്നതൊന്നും കാര്യമായി എടുക്കുന്നില്ല ഇദ്ദേഹം. പ്രകാശത്തേക്കാൾ വേഗം പദാർത്ഥങ്ങൾക്കുണ്ടെന്ന് കണ്ടെത്തിയ കണികാ പരീക്ഷണത്തിന്റെ കാലത്ത് പ്രാഥമിക വിദ്യാഭ്യാസം മാത്രമുള്ള ശിവനുണ്ണി ഭൂകമ്പ രഹസ്യങ്ങൾ പൊളിക്കുമോ? സൂപ്പർ കമ്പ്യൂട്ടറും ടെലിസ്കോപ്പും അടക്കമുള്ള സൗകര്യങ്ങൾ ആവശ്യമുള്ള ലക്ഷക്കണക്കിന് രൂപ ചെലവ് വരുന്ന ഗവേഷണത്തിൽ ഇദ്ദേഹത്തെ സഹായിക്കാൻ സർക്കാരും ശാസ്ത്ര സമൂഹവും തയ്യാറായാൽ ഒരുപക്ഷെ ചരിത്രം മാറ്റിയെഴുതും ഈ ബേപ്പൂരുകാരൻ. കോഴിക്കോട്ട് നിന്നും ക്യാമറമാൻ ബിജു മുരളീധരനോടൊപ്പം ജയൻ കോമത്ത്, അമൃത ന്യൂസ്.